ഫ്ലാറ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ അതെല്ലാം വ്യാജമായിരുന്നു. കോയമ്പത്തൂരിന് കൊണ്ടുവന്ന പച്ചക്കറി ഇവിടെ ടാങ്കിലിട്ട് കഴുകി വൃത്തിയാക്കി ജനങ്ങൾക്ക് ജൈവമാണെന്ന് പറഞ്ഞു കൊടുത്ത് ഒരു അതാണോ ഈ അഡാട്ട് മോഡൽ പ്രധാന? കേരളം ശ്രദ്ധയോടെ ഉറ്റുനോക്കുന്ന അഡാട്ട് ഗ്രാമപഞ്ചായത്തിൽ അനിൽ അക്രിയെ നേരിടുന്ന KB തിലകനാണ് എന്നോടൊപ്പം ഉള്ളത്. അഡാട്ട് ഗ്രാമപഞ്ചായത്തിലെ 15ാം വാർഡാണ്. തിലകേട്ടാ, ആശങ്കയുണ്ടോ? ആശങ്കയില്ല. അപ്പൊ അടുത്ത കഴിഞ്ഞ ദിവസം എല്ലാക്കര ഒരു ചുറ്റിയൊക്കെ ആയിട്ട് വന്നിട്ടൊരു ഡിവൈഡർ അടിച്ചു പൊളിക്കുന്ന ഒരു ചിത്രം കേരളം മുഴുവൻ കണ്ടു. എന്താണ് ഈ ഡിവൈഡർ? അതിന് പ്രത്യേക ഒരു കാരണമുണ്ട്. അനിലക്കര എന്നുള്ള വ്യക്തി ഇവിടുന്ന് അവശേഷമായ രീതിയിലായിരുന്നു. ഇപ്പൊ വീണ്ടും പ്രത്യക്ഷപ്പെടാൻ വേണ്ടി ഒരു പുതിയ വഴി കണ്ടുപിടിച്ചതാണ്. അതിന് ഒരു ഉദാഹരണം കൂടി ഉണ്ട്. ഇപ്പൊ സേവ്യർ ജില്ലയുടെ MLA ഇവിടെ ഹൈമാസ്ക് ലൈറ്റ് മുതുവറയും പഴമ്പോൾ അതിന്റെ ക്ഷേത്രങ്ങളുടെ പരിസരത്തുള്ള ഇരുട്ടാൻ വേണ്ടി 5.5 ലക്ഷം രൂപ വരെ വരുന്ന ഹൈമാസ്ക് ലൈറ്റ് സ്ഥാപിക്കാനായിട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് പഞ്ചായത്തിന്റെ ഭരണാനുമതി വേണം. ഇവിടെ വയ്ക്കണമെങ്കിൽ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കറണ്ട് കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പൊ അതിന് പഞ്ചായത്തിന്റെ ഭരണാനുമതിക്ക് വേണ്ടി അപേക്ഷിച്ച സമയത്ത് പഞ്ചായത്തിൽ ഇപ്പൊ പ്രതിപക്ഷമായ കോൺഗ്രസും BJPയും കൂടി അപ്പൊ അവര് 7-3-10 ഭരണസമിതിക്ക് 8 ഉള്ളൂ. അവർ രണ്ടുപേരും കൂടി അതിനെ എതിർത്തു. അത് സ്ഥാപിക്കാൻ പാടില്ല, അതിന് അനുമതി കൊടുക്കാൻ പാടില്ല എന്നുകൊണ്ട് അനുമതി നിഷേധിക്കപ്പെട്ടു. ആ സംഭവം ബുധവാരയിൽ പൊതുയോഗം വെച്ചുകൊണ്ട് നമ്മൾ പാർട്ടിയുടെ ജനങ്ങൾ പറഞ്ഞു. ആ വിഷമം തീർക്കാൻ വേണ്ടിയാണ് ബുധവാര ക്ഷേത്രത്തിന് കിട്ടുന്ന ലൈറ്റ് ഇല്ലാണ്ടാക്കിയ ആളാണല്ലോ കോൺഗ്രസും ആളുകളും. അപ്പൊ ആ വിഷമം തീർക്കാൻ വേണ്ടി ബുധവാര ക്ഷേത്രത്തിലേക്കുള്ള വഴി തുറക്കാൻ എന്ന രീതി വ്യാജേന ചുറ്റി എടുത്ത് ഡിവൈഡ് തല്ലി പൊളിക്കാനുണ്ടായി. അതായത് നമുക്കറിയാം ബുധവാര സെൻട്രലിൽ ഇത്രയും വലിയ ഗ്യാപ്പുണ്ട് വഴി തിരിഞ്ഞു പോകാനായിട്ട്. അവിടെ നിന്ന് ഒരു 30-40 മീറ്റർ ഉള്ളൂ ഈ പറഞ്ഞ ഡിവൈഡർ തല്ലി പൊളിച്ച് നടത്തിക്കും. ഒരു 30-40 മീറ്ററിൽ ഹൈവേയിലൊക്കെ ഡിവൈഡർ ഇല്ലാതെ സ്പേസ് ഇടാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. പ്രവർത്തകരുടെ മുമ്പിൽ നടത്തിയ ഒരു നാടകം ഒന്നുമില്ല. അപ്പൊ അവിടുത്തെ ജനങ്ങളെ ഒന്ന് അമ്പലത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരാള്, അമ്പലത്തിലേക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത ആളെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചെയ്തൊരു സംഭവമാണ്. അത്ര മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇപ്പൊ എല്ലാവർക്കും അറിയാം. അപ്പൊ അവന്റെ കൂടെയുള്ള ആളുകൾക്ക് അറിയാം. ഒരു 30 മീറ്റർ അകലത്തില് ഒരു ഹൈവേയില് സ്പേസ് ഉണ്ടല്ലോ. അത് അവർക്ക് അതിനൊരു നിയമം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇനി ഏത് കാരണവശാലും ഒരിക്കൽ പോലും വടക്കാഞ്ചേരി മണ്ഡലത്തിൽ നിലനിന്നിടില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് അതും വേറെ മണ്ഡലത്തിലേക്കൊക്കെയാണ് അനിലക്കരയുടെ കണ്ണുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ഇടയിലാണ് പെട്ടെന്ന് ഒരു ദിവസം സുപ്രഭാതത്തിൽ ഞാൻ മത്സരിക്കാൻ പോകുന്നു, ഇതൊരു വിപ്ലവമാണെന്നൊക്കെ പറയുന്നത്. എത്രത്തോളം നമ്മൾ വടക്കാഞ്ചേരി മണ്ഡലത്തിൽ വടക്കാഞ്ചേരി അല്ലെങ്കിൽ കുന്നംകുളം ഈ പ്രദേശത്തൊന്നും അനിലക്കര അടുപ്പിക്കില്ല അവർക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത ഈ ജില്ലക്കകത്ത് വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഞാൻ അറിഞ്ഞിടത്തോളം മണലൂരിലേക്ക് ശ്രദ്ധ എന്നാണ്. മണലൂര് കിട്ടുമെന്നൊക്കെയാണ് കോൺഗ്രസ്സുകാരുടെ നമ്മൾ അതിന് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതന്നെ കെട്ടണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും പിടിപാടുണ്ടാക്കിയിട്ട് വേണം. അനിലക്കരുടെ പേരുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ടേ. അപ്പോ അനിലക്കര ക്യാമ്പനാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി വീണ്ടും നടത്തുന്ന ഒരു നാടകമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ വാർഡിലേക്ക് മത്സരിക്കുന്ന സംഭവം എന്നുള്ളതാണ്. ഇവിടെ ഒരു അഡാട്ട് ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. നിലനിർത്തും എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും. അതായത് ഏറ്റവും കുറഞ്ഞത് 13-14 സീറ്റിലെങ്കിലും LDF ജയിക്കുമെന്ന് ഉറപ്പാണ് ആ കാര്യത്തിൽ. അല്ല അനിലക്കര പറയുന്നുള്ളൂ 20-20 അവരിപ്പോ 20-20 എന്നുള്ള നടക്കണതേ. 20-20 സീറ്റും UDF. അതായത് കഴിഞ്ഞ ദിവസത്തെ BJP ലീഡ് ചെയ്ത ഒരു സ്ഥലത്ത് 20-20 അദ്ദേഹം ലീഡ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പം ഈ അഡാട്ട് മോഡൽ പൊളിഞ്ഞു, നിരാശാജനകനായി. ഇനി അന്നിപ്പോ വടക്കാഞ്ചേരി നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോ അന്നും പ്രഖ്യാപിച്ചിരുന്നല്ലോ എന്തൊക്കെ സംഭവിച്ചാലും അവസാനം വോട്ടെണ്ണി കഴിയുമ്പോൾ ഓരോ വോട്ടെണ്ണിലും അനിലക്കര ജയിച്ചിരിക്കുന്നതാണ്. അങ്ങനെ ഓരോ വോട്ടെണ്ണിലും ജയിച്ചിരിക്കും എന്ന് പറഞ്ഞ അനിലക്കരയാണ് 15,000 വോട്ടിന് പരാജയപ്പെട്ടത്. അഡാട്ട് മോഡലൊക്കെ പൊട്ടിപ്പൊളി എന്നിട്ട് വീണ്ടും അദ്ദേഹം വരികയാണ് ഗ്രാമപഞ്ചായത്തിലേക്ക്. ഈ വാർഡിൽ എത്രത്തോളം കാത്തിരിക്കും? പൂർണ്ണമായും ആത്മവിശ്വാസം. അദ്ദേഹം ഇവിടെ നേരത്തെ മത്സരിച്ചിട്ടുണ്ട്. 95 മുതൽ 2000 വരെ ഇവിടെ മത്സരിച്ചിട്ടുണ്ട്. 84 പാർട്ടിയുടെ ഫുൾ മെമ്പറായി. നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുണ്ടല്ലോ. ഇതേ വാർഡിന്റെ ആകൃതിക്ക് വ്യത്യാസം ഉണ്ടായിരുന്നു. ജോഗ്രഫിക്കൽ മാറിയിട്ടുണ്ട്. അന്നത്തെ ഒരു വാർഡ് ഇപ്പൊ 2.5 വാർഡാണ്. 2.5 വാർഡ് അത്രയും വലിപ്പമുള്ള വാർഡായിരുന്നു അന്നുണ്ടായിരുന്നു. അന്ന് 360 വോട്ടിന്റെ ജയിച്ചാണ് ഞാൻ. ഇപ്പം ഗ്രാമപഞ്ചായത്തുകളുടെ കണക്കെടുത്ത് അറിയാം. മൃഗീയ ഭൂരിപക്ഷം 64ഓളം പഞ്ചായത്ത്, 89 പഞ്ചായത്തിൽ 64 പഞ്ചായത്തും LDF ആണ് ഭരിക്കുന്നത്. ഈ അനിലക്കരയുടെ തിരിച്ചറിവ് പറയുന്ന രീതിയിൽ തൃശ്ശൂർ അറാക്കാൻ മാറ്റങ്ങൾ ഉണ്ടാക്കും. അനിലക്കരയുടെ തിരിച്ചുവരവ് മാറ്റങ്ങൾ ഉണ്ടാക്കില്ല എന്ന് മാത്രമല്ല, ശരിയായി പറഞ്ഞാല് അത് അവരുടെ പാർട്ടിക്ക് ദോഷം ചെയ്യുന്നതാണ് ഞങ്ങൾ കണക്കാക്കുന്നത്.
കാരണം എന്താണ് അങ്ങനെ ഒരു കാഴ്ചപ്പാട്? കാരണം ഇപ്പൊ ഇവിടെ നിന്ന് ജയിച്ചു പോയി MLA-ക്കായി ഉയർന്ന നിലവാരത്തിലെത്തിയ ആള് വീണ്ടും അടിയിലേക്ക് ഇറങ്ങി വന്നത് തന്നെ ഇവിടുത്തെ പാർട്ടിയുടെ അത്രയും പരാജയത്തിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ്. വേറെ മാർഗങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവിടെ വന്നു. അതുപോലെ അനിലക്കരയ്ക്ക് വീണ്ടും ഉയർന്നു പോകണമെങ്കിലും ഇവിടുന്ന് അടിയിൽ നിന്ന് വീണ്ടും തുടങ്ങേണ്ട ഒരവസ്ഥ ഉണ്ടായതിന്റെ ഭാഗമായി ഇപ്പം അനിലക്കര നിയമസഭാ അംഗമായി കഴിഞ്ഞപ്പോൾ കേരളം അങ്ങോളം പാടി പുകഴ്ത്തി നടന്നിരുന്നു. അഡാട്ട് മോഡൽ ആ കമ്മിറ്റിക്ക് ഞാൻ പോയി ലോക പ്രശസ്തിയിലേക്ക് അഡാട്ട്. പക്ഷേ തിരഞ്ഞെടുപ്പിൽ അഡാട്ടിലെ ജനങ്ങൾ തന്നെ ഇതെല്ലാം പൊളിച്ച് പാളിച്ചാക്കി. അതിനുശേഷം അനിലക്കര വളരെ നിരാശനായി ഞാൻ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കില്ല എന്ന് വരെ പറഞ്ഞിരിക്കുന്നു. എന്റെ നാട്ടിലെ ജനങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചെങ്കിൽ ഞാൻ എന്നെ മത്സരിക്കും. എന്തിനാണ് നിങ്ങൾ അദ്ദേഹത്തെ നിരാശപ്പെടുത്തിയത്? അദ്ദേഹത്തെ നിരാശപ്പെടുത്തിയത് ഇവിടുത്തെ ജനങ്ങളാണ്. അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം വ്യാജമായിരുന്നു. അനിലക്കരയുടെ ഈ ജൈവ പച്ചക്കറി പാലക്കാട് കുറച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ പേരും പറഞ്ഞുകൊണ്ട് കോയമ്പത്തൂരിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന പച്ചക്കറി ഇവിടെ കൊണ്ട് കഴുകി വൃത്തിയാക്കി ജനങ്ങൾക്ക് ജൈവമാണെന്ന് പറഞ്ഞ് കൊടുത്ത് ഒരു അതാണോ ഈ അഡാട്ട് മോഡൽ പ്രധാന? അതൊരു കാര്യം. രണ്ടാമത് നെല്ല്, അരി, അഡാട്ട് അരി കൊണ്ട് കുറെ സംഭവങ്ങൾ നടത്തിയിരുന്നു. ആകെ ഒരു കോൾപ്പടവിൽ മാത്രമാണ് അഡാട്ട് പഞ്ചായത്തിലെ ജൈവ നെൽകൃഷി നടത്തിയത്. അത് ഒരു വർഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ആ പേരും പറഞ്ഞുകൊണ്ട് മറ്റുള്ള അരി വാങ്ങിക്കൊണ്ടുവന്ന് അഡാട്ട് പാക്കറ്റിലാക്കിക്കൊണ്ട് അഡാട്ട് അരി എന്ന് പറഞ്ഞ് വിൽപ്പന നടത്തുന്ന രീതി ഉണ്ടായിരുന്നു. ഇതെല്ലാം തിരിച്ചറിഞ്ഞ ജനങ്ങള് അനിലക്കരയുടെ വാർഡിൽ തന്നെ, അന്ന് അനിലക്കരയുടെ വാർഡിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അനിലക്കര പ്രഖ്യാപിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ അഡാട്ട് പഞ്ചായത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന വാർഡ് അനിലക്കരയുടെ വാർഡായിരിക്കും. അതുപോലെ തന്നെ 300-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് അനിലക്കരയുടെ സ്ഥാനത്ത് ജയിക്കും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ 18-ൽ 18 വാർഡും കോൺഗ്രസ് ജയിച്ചിരിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞ അനിലക്കര ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോണ്ടായ സംഭവം എന്താണ്? വെറും 7 വാർഡില് കോൺഗ്രസ് ഒതുങ്ങി. നേരത്തെ പറഞ്ഞ അനിലക്കരയുടെ വാർഡില് മൃഗീയമായ 80 ചില്ലാനം വോട്ടിന്റെ ഭൂരിപക്ഷം BJP ജയിക്കാനുണ്ടായത്. അത് ശരി, അനിലക്കരയുടെ വാർഡിൽ BJP ആണ് ജയിച്ചത്. അപ്പോ അങ്ങനെ ജനങ്ങൾ പൊളിച്ചെഴുതിയ ഒരു വ്യക്തിയാണ് അനിലക്കര. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും നിയമസഭയിൽ മത്സരിച്ചു. അവിടെ സ്വന്തം വാർഡിൽ പോലും ഭൂരിപക്ഷം ഇല്ലാതെ പിന്തള്ളപ്പെട്ട ഒരു വ്യക്തിയാണ് അനിലക്കര. അതുകൊണ്ടാണ് അവർ അങ്ങനെ പ്രഖ്യാപിക്കുന്നത്. ഇനി ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പ്രഖ്യാപിക്കേണ്ടി വന്ന വ്യക്തിയാണ് സാക്ഷരതാ പ്രവർത്തനം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ജനകീയാസൂത്രണത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ എല്ലാ കാര്യങ്ങളിലും അതിന്റെ കൺവീനറായിട്ട് പ്രവർത്തിച്ചാണ്. കൺവീനർ എന്ന് പറയുന്നത് ഈ അഡാട്ടിന്റെ കൺവീനർ, പഞ്ചായത്തിന്റെ. അതുപോലെ നമ്മൾ ഈ ആസൂത്രണം തുടങ്ങുന്നേക്കാൾ മുന്നേ പഞ്ചായത്തിനെ കുറിച്ച് പഠനം നടത്തിയിരുന്നു. അതിന് നമ്മൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട സാംസ്കാരിക പ്രവർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അതിന്റെ പഠനം നടത്തിയത്. അതിൽ ജയസൂര്യ എന്ന് പറഞ്ഞ മാഷുണ്ടായിരുന്നു. അദ്ദേഹമാണ് അതിന്റെ മേൽനോട്ടം വഹിച്ചു തന്ന കൺവീനറായിട്ട് നടത്തിയത്. അന്ന് നമ്മൾ തയ്യാറാക്കിയൊരു പദ്ധതി രേഖയും കാര്യം ബുക്കുകളൊക്കെ ഉണ്ട്. ഈ പഞ്ചായത്തിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസുള്ള കാര്യങ്ങൾ അതിൽ നമ്മൾ അവതരിപ്പിച്ച കാര്യങ്ങളാണ് പിന്നീട് 9ാം പഞ്ചവത്സര പദ്ധതി നമ്മൾ 5 വർഷം കൊണ്ട് ചെയ്യാൻ കഴിയുന്ന പദ്ധതികൾ തയ്യാറാക്കിയത്. തൃശ്ശൂർ ജില്ലയിൽ ആദ്യമായിട്ട് പദ്ധതി രേഖ എഴുതി തയ്യാറാക്കിയ പഞ്ചായത്ത് അഡാട്ടാണ്. അന്ന് 9ാം പഞ്ചവത്സര പദ്ധതിയിൽ നമ്മൾ എഴുതി തയ്യാറാക്കിയ പദ്ധതി രേഖ കൊണ്ടുപോയിട്ടാണ് പല പഞ്ചായത്തുകളും മോഡല്. അന്ന് അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ സഹായിച്ചത് സൈമൺ മാഷാണ്. മുതർത്ത് ആള് എൻ്റെ ഒരു കോർഡിനേറ്ററായിരുന്നു. അങ്ങനെ തയ്യാറാക്കിയ നമ്മുടെ പദ്ധതി രേഖയാണ് പല പഞ്ചായത്തുകളും കൊണ്ടുപോയി. അപ്പൊ ഈ അഡാട്ടിന്ന് തുടങ്ങുന്നത് അനിലക്കരയിലൊന്നല്ല, അത് വെറുതെ ഇങ്ങനെ അത് വെറുതെയാണ്. വെറുതെ അന്നത്തെ 9ാം പഞ്ചവത്സര പദ്ധതിയിൽ പറയുന്ന കാര്യങ്ങളാണ് പിന്നീട് ഭരണം മാറിയപ്പോ അവരായിട്ട് നടപ്പിലാക്കുന്നത് ശരിയാണ്. പക്ഷേ അത് തുടങ്ങി വെച്ചത് നമ്മളാണ്. അപ്പോ 9ാം പഞ്ചവത്സര പദ്ധതിയിൽ പറയുന്ന നിർദ്ദേശം ഇവിടുത്തെ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി അവരുണ്ടാക്കിയൊന്നുമല്ല. സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി നമ്മൾ തയ്യാറാക്കിയ മാതൃകാപരമായ ഒരു പ്രോജക്റ്റ് ആയിരുന്നു. അതപ്പോ അദ്ദേഹം പറയുന്നത് കേരളത്തിന്റെ അഡാട്ടിന് പുറത്ത് അല്ലെങ്കിൽ തൃശ്ശൂരിന് പുറത്ത് പ്രചരിപ്പിക്കുന്ന ഒന്നല്ല യഥാർത്ഥത്തിൽ അഡാട്ട് നടക്കുന്നത്. ഈ അഡാട്ട് മോഡൽ എന്ന് തന്നെ അഡാട്ടുകാർ തന്നെ കഴിഞ്ഞ നിയമസഭയിലത്തെ പോലെ പൊളിച്ചു അളിച്ചായിരിക്കുന്നു. അപ്പൊ വീണ്ടും തിരിച്ചു വരുമ്പോൾ ഞാനേ ജയിക്കുള്ളൂ, ഞാനാണ് വീണ്ടും പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ പറയുന്നത് വെറുതെ മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം വാർഡായ 15ാം വാർഡിൽ തന്നെ ഇന്ന് വലിയ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ ഈ വാർഡിൽ നിന്ന് തന്നെ ഈ വാർഡിൽ നിന്ന് തുടങ്ങി വെച്ച കാര്യം ഇവിടെ വെച്ച് തന്നെ ജനങ്ങൾക്ക് അവസാനിപ്പിക്കാനുള്ള ഒരു അപൂർവമായുള്ള അവസരമാണ്. നൂറ്റാണ്ടിലത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം പരിചയം കൊണ്ട് അദ്ദേഹത്തിന് ഈ നാട്ടിലെ ജനങ്ങളെ അത്രയും ഉത്തമ വിശ്വാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, അനിലക്കര എവിടെ നിന്ന് തുടങ്ങി അവിടെ തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് തന്നെ
അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ജനങ്ങൾക്ക് മുമ്പിൽ എക്സ്പോസ് ചെയ്യാൻ, ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കാനുള്ള അവസരമാണ് കിട്ടുന്നത്. അതിനാണ് അദ്ദേഹത്തിന്റെ മത്സരം. എല്ലാ ഭാവങ്ങളും നേരുന്നു. ബിന്ദു മാം, താങ്കൾ റാത്ത് പഞ്ചായത്തിലെ വ്യക്തിയാണ്. അതെ, എന്താണ് ഇവിടെ ഇങ്ങനത്തെ മത്സരത്തെ താങ്കൾ കാണുന്നത്? ഈ അനിലക്കര എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു XMLA ഇപ്പൊ വളർച്ച എന്ന് പറയുന്നത് പടവലങ്ങ പോലെയായി കീഴ്പ്പെട്ടാണ്. അപ്പൊ അതെ, കർഷക ഗ്രാമമായ അടാട്ടിലെ ഒരു വനിത പറയുന്നു പടവലങ്ങ പോലെയാണ് അനിലക്കരയുടെ വളർച്ച രാഷ്ട്രീയത്തിൽ. ഓക്കെ, അതെന്തായിരിക്കും ഈ ഡിസംബർ 11 വോട്ടെടുക്കൽ സംഭവിക്കാൻ പോകുന്നത്? ഈ ഡിസംബർ 13 വോട്ടില് ഇനി നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചെങ്കിൽ, അനിലക്കര എവിടെ നിന്നോ ഈ ആരോപണം ഉയർത്തി തുടങ്ങിയോ അനിലക്കരനെ തുറന്നു കാണിക്കുന്നതിനും ഉള്ള ഒരു ഇതായിട്ടാണ് നമ്മുടെ ഈ വാർഡ് ഒരു അവസരമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ എവിടെ നിന്ന് തുടങ്ങി അവിടെ തന്നെ അവസാനിക്കാനാണ് അനിലക്കരയുടെ യോഗം എന്നാണ് എനിക്ക് പറയാനുള്ളത്.